ഹായ്, ഞാൻ നിങ്ങളോട് പറഞ്ഞ കൊടുങ്ങല്ലൂർ ചരിത്രം ഇവിടെ തുടങ്ങാണ്. ചരിത്രം കുറച്ച് ബോറടിയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ലെറ്റ്സ് ട്രാവൽ വിത്ത് മീ. പെരിയാർ അറബിക്കടലിൽ ചേരുന്ന ശാന്ത തീരത്താണ് കൊടുങ്ങല്ലൂർ സ്ഥിതി ചെയ്യുന്നത്. ചരിത്രത്തിൽ വളരെ വലിയ സ്ഥാനമുള്ള ചെറിയ പട്ടണം. ഒരു കാലത്ത് മുസ്രീസ് തുറമുഖം എന്നറിയപ്പെട്ടിരുന്ന ഈ സ്ഥലം സുഗന്ധദ്രവ്യ വ്യാപാരത്തിൻ്റെ ഹൃദയമായിരുന്നു. കുറച്ച് സാഹിത്യം കലർത്തി പറഞ്ഞാൽ ഇവിടെ റോമൻ നാണയങ്ങൾ ഇന്ത്യൻ കുരുമുളകിൽ തുളച്ചു കയറി. അറേബ്യ, ചൈന, യൂറോപ്പ് എന്നിവിടങ്ങളിൽ നിന്നുള്ള കപ്പലുകൾ ചക്രവാളത്തിൽ നിറഞ്ഞു. പുരാണങ്ങളും ചരിത്രങ്ങളും മുസ്ലിംസിന്റെ തെരുവുകളിൽ കൂടിച്ചേർന്നു. ചേര രാജാക്കന്മാർ ഭരിച്ചിരുന്ന ഈ നാട് സന്യാസികൾക്കും വിദൂര ദേശങ്ങളിൽ നിന്നുള്ള വ്യാപാരികൾക്കും വാസസ്ഥലം ഒരുക്കി. ഇങ്ങനെയൊക്കെ പറയാം. ഇന്ന് ഈ ഹിസ്റ്ററി അറിയാൻ നമ്മളൊന്ന് പുറകോട്ട് നടക്കുകയാണ്. ഹിസ്റ്ററി ഓഫ് പവർ, ഫെയ്ത്ത്, കൾച്ചർ ആൻഡ് കണക്ഷൻ ടു ദി വേൾഡ്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പാണ് കൊടുങ്ങല്ലൂരിന്റെ ചരിത്രം ആരംഭിക്കുന്നത്. ദക്ഷിണേന്ത്യയിലെ മഹത്തായ രാജ്യങ്ങളിലൊന്നായ ചേര രാജവംശ തലസ്ഥാനമായിരുന്നു ഇത്. രാജകീയ ആസ്ഥാനം എന്ന നിലയിൽ കവികളെയും പണ്ഡിതന്മാരെയും കരകൗശല വിദഗ്ധരെയും ആകർഷിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ സാംസ്കാരിക കേന്ദ്രമായി മാറി. പെരിയാറിന്റെ അഴിമുഖത്തുള്ള അതിന്റെ സ്ഥാനം മുജിരിയെ പ്രകൃതിദത്ത തുറമുഖമാക്കി മാറ്റി. കേരളത്തെ ആഗോള വ്യാപാര ശൃംഖലയുമായി ബന്ധിപ്പിച്ചു. ഇവിടെ നിന്ന് സുഗന്ധദ്രവ്യങ്ങൾ, മുത്തുകൾ, ആനക്കൊമ്പ്, തുണിത്തരങ്ങൾ എന്നിവ വിദൂര ദേശങ്ങളിലേക്ക് പോയി. അതേസമയം നമുക്ക് സ്വർണം, വീഞ്ഞ്, വിലയേറിയ ലോഹങ്ങൾ എന്നിവ തിരിച്ചു വന്നു. പുരാതന കാലത്ത് കൊടുങ്ങല്ലൂരിനെ റോമൻ, തമിഴ് ഗ്രന്ഥങ്ങളിൽ വിവരിച്ചിരിക്കുന്ന ഐതിഹാസിക തുറമുഖമായ മുസിരീസുമായി ബന്ധിപ്പിച്ചിരുന്നു. ചെങ്കടലിൽ നിന്നും മെഡിറ്ററേനിയനിൽ നിന്നുമുള്ള കപ്പലുകൾ ഇവിടെ നങ്കുരയിട്ടിരുന്നു. ഇത് AD 1-ാം നൂറ്റാണ്ടിലെ ഏറ്റവും തിരക്കേറിയ തുറമുഖങ്ങളിലൊന്നായി മാറി. ഈ പ്രദേശത്തു നിന്ന് കണ്ടെത്തിയ റോമൻ ആംഫറുകൾ, മുത്തുകൾ, നാണയങ്ങൾ എന്നിവ അതിൻ്റെ അഭിവൃദ്ധി പ്രാപിച്ച സമുദ്ര വ്യാപാരത്തിൻ്റെ തെളിവാണ്. അതൊരു മാർക്കറ്റ് പ്ലേസ് മാത്രമല്ല, നാഗരികതകളുടെ സംഗമസ്ഥാനമായിരുന്നു. അങ്ങനെ നൂറ്റാണ്ടുകൾ കൊണ്ട് വൈവിധ്യമാർന്ന സംസ്കാരങ്ങളുടെയും വിശ്വാസങ്ങളുടെയും കളിത്തൊട്ടിലായി കൊടുങ്ങല്ലൂർ മാറി. 52 നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ക്രിസ്ത്യൻ പള്ളിയായ സെന്റ് തോമസ് പള്ളി ഇവിടെയാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു. കേരളത്തിലെ ഐതിഹ്യങ്ങളിലെ ശക്തമായ ഇതിഹാസങ്ങളുമായി ബന്ധപ്പെട്ട പ്രശസ്ത കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം ഇവിടെയാണ്. അറബ് വ്യാപാരികളുമായുള്ള ആഴത്തിലുള്ള ബന്ധത്തെ പ്രതിഫലിപ്പിക്കുന്ന ഇവിടുത്തെ പള്ളികൾ രാജ്യത്തെ ആദ്യകാല പള്ളികളിൽ ഒന്നാണ്. പാരമ്പര്യങ്ങളുടെ ഈ മിശ്രിതമാണ് കൊടുങ്ങല്ലൂരിനെ ഇന്ത്യയുടെ ബഹുസ്വര ഭൂതകാലത്തിന്റെ യഥാർത്ഥ പ്രതീകമായി മാറ്റിയത്. 1341 മഹാപ്രളയത്തിന് ശേഷം കൊടുങ്ങല്ലൂരിന്റെ മഹത്വം മങ്ങിത്തുടങ്ങി. അത് പെരിയാർ നദിയുടെ ഗതിയെ മാറ്റിമറിക്കുകയും മുസ്ലിംസിനെ ചെളിയിൽ മൂടുകയും ചെയ്തു. കൊച്ചി പോലുള്ള തുറമുഖങ്ങളിലേക്ക് വ്യാപാരം മാറി. പക്ഷേ പോർച്ചുഗീസ്, ഡച്ച്, ബ്രിട്ടീഷ് ഇൻഫ്ലുവൻസിൽ നൂറ്റാണ്ടുകളായി കൊടുങ്ങല്ലൂർ പ്രധാനമായി തന്നെ നിലനിന്നു. അതിൻ്റെ പൊളിറ്റിക്കൽ പവർ ഡിക്ലൈൻഡ് ആയാലും ഇറ്റ്സ് കൾച്ചറൽ സ്പിരിറ്റ് സർവൈവ്ഡ്. ഇന്ന് കൊടുങ്ങല്ലൂർ ശാന്തമായ പട്ടണമാണ്. പക്ഷെ ഇവിടുത്തെ ഓരോ കല്ലും മണൽത്തരിയും ഭൂതകാലത്തിൻ്റെ പ്രതിധ്വനികൾ വഹിക്കുന്നു. പുരാവസ്തു കണ്ടെത്തലുകളും പ്രാദേശിക പാരമ്പര്യങ്ങളും അതിൻ്റെ ചരിത്രത്തെ സജീവമായി നിലനിർത്തുന്നു. ഫ്രം റോയൽ കോർട്ട്സ് ടു സ്പൈസ് മാർക്കറ്റ്, ഫ്രം ടെമ്പിൾ ടു മോസ്ക്, കൊടുങ്ങല്ലൂർ സ്റ്റോറി ഈസ് ദ സ്റ്റോറി ഓഫ് കേരള ഇറ്റ്സെൽഫ്, റിച്ച്, ഡിവേഴ്സ് ആൻഡ് ടൈംലെസ്. ചേര രാജവംശം തകർന്നതിന് ശേഷം മിഡീവിയൽ പീരീഡിൽ കൊടുങ്ങല്ലൂർ പെരുമ്പടപ്പ് സ്വരൂപത്തിൻ്റെ ഭാഗമായിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട്. അതായത് ചേര ശക്തികളുടെ വിഘടനത്തിന് ശേഷം ഉയർന്നു വന്ന 2 ചെറു നാട്ടുരാജ്യങ്ങളായിരുന്നു കൊച്ചിയും തിരുവിതാംകൂറും. 18-ാം നൂറ്റാണ്ടിൽ തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന മാർത്താണ്ഡവർമ്മ തൻ്റെ രാജ്യം വടക്കോട്ട് വികസിപ്പിച്ചു. ഈ വികാസം അതിർത്തിയെ ഇന്നത്തെ തൃശ്ശൂർ ജില്ലയുടെ ചില ഭാഗങ്ങളിലേക്ക് എത്തിച്ചു, കൊടുങ്ങല്ലൂരിലേക്കും എത്തിച്ചു. 18-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ടിപ്പു സുൽത്താന്റെ മൈസൂർ സൈന്യം കീഴടക്കുന്നത് വരെ ഡച്ചുകാരുടെ നിയന്ത്രണത്തിലായിരുന്ന കൊടുങ്ങല്ലൂർ ഭാഗങ്ങൾ ടിപ്പുവിന്റെ പരാജയത്തിന് ശേഷം ബ്രിട്ടീഷ് പ്രദേശങ്ങളെ പുനർവിതരണം ചെയ്ത് ഭരണ സൗകര്യത്തിനായി തിരുക്കൊച്ചി അതിർത്തി അടയാളപ്പെടുത്തിയെന്ന് പറയുന്നു. അതിർത്തി നിർണയത്തിന്റെ കാരണം എന്ത് തന്നെയായിരുന്നാലും ആ അതിർത്തി നിർണയക്കല്ലായ കൊതിക്കല്ല് ഇന്നും കൊടുങ്ങല്ലൂരിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. എല്ലാ ചരിത്രങ്ങളും അവശേഷിപ്പുകളും ഓരോന്ന് കൃത്യമായി വിശേഷിപ്പിക്കുമ്പോൾ അതിർത്തി നിർണയത്തിലുപരി ശിക്ഷകൾക്കും കൊതിക്കല്ല് ഉപയോഗിച്ചിരുന്നുവെന്നും വിദേശീയരുടെ ഭരണത്തിലായ 20 വയസ്സുള്ള പോർച്ചുഗീസ് യുവാവിന്റെ അസ്ഥികൂടം ഇന്നും കൊടുങ്ങല്ലൂരിൽ നിലനിൽക്കുന്നുവെന്ന് തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട്. ഓരോന്നും വിശദമായിട്ട് വരുന്ന വീഡിയോസ് നമുക്ക് കാണാം. തൽക്കാലം ബൈ. വെയിറ്റ് ഫോർ നെക്സ്റ്റ്. പോണതിന് മുന്നേ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.